നമസ്കാരം. ഒരു മര്യാദ വേണ്ട അക്കളൊക്കെ ഉണ്ടേ ചേക്കേ കണ്ടുണ്ടേ. എല്ലാവർക്കും നമസ്കാരം നമസ്കാരം ചേക്കേ. അപ്പൊ പറഞ്ഞോ, കേൾക്കുന്നുണ്ടോ അങ്ങോട്ട്? ഹലോ, ആ കേക്കാം. ആരംഭിക്കും തുടങ്ങട്ടെ. നമ്മളെന്ത് തുടങ്ങാ? നിങ്ങൾ തുടങ്ങിയ സിറ്റുവേഷൻ അല്ലേ നിങ്ങൾ പറ. നമ്മൾ നമ്മള് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പോയാൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പോയാൽ നമ്മൾ തുടങ്ങിയ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കേക്കട്ടെ. നമ്മൾ തുടങ്ങിയ എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞുതരാം. നമ്മള് ഡ്രസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഡ്രസ് ഷോപ്പിൽ പോയപ്പോ അവിടെ കണ്ണാപ്പി അതേമാതിരി ഒരു ടീം വന്നു പോലും വണ്ടി എടുക്കാൻ. അപ്പൊ നമ്മളത് മൈൻഡ് ചെയ്യാതെ പോയി. അല്ല എന്താണ് ഞാൻ ഇങ്ങനെ അല്ല അല്ല ആ സംഭവം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതേപോലെ വാറ് കഴിഞ്ഞ് വരുമ്പം ഇതേപോലെ ഇക്രു അവിടുന്ന് പോരുന്ന സമയത്ത് ഇക്രുവിന്റെ വണ്ടി കണ്ണാപ്പിന്റെ വണ്ടി ഒന്ന് തട്ടി പോലും. അപ്പൊ കണ്ണാപ്പി മരിച്ചു. കണ്ണാപ്പി ഡൗൺ ആയപ്പോ കണ്ണാപ്പിന്റെ അടുത്ത് സോറി പറഞ്ഞില്ല എന്നാണ് കണ്ണാപ്പിയോട് സോറി പറഞ്ഞിട്ടില്ല, അത് വേറെ കാര്യം. പക്ഷെ ബാക്കിയുള്ള അവിടെ നിന്ന് രണ്ടാൾക്കാരോട് സോറി പറഞ്ഞിരുന്നു. അവരും പറഞ്ഞത്. കാരണം ഏബലും മോഫി ആയിരുന്നു കൂടെ ഉണ്ടായിരുന്നു. അവരും സോറി പറഞ്ഞിട്ടില്ലെന്നാണ് പറഞ്ഞത്. റേഡിയോയിലുണ്ടല്ലോ അവരോടൊന്നും ചോദിച്ചത്. ഇല്ല, ഇക്രു സോറി പറഞ്ഞല്ലടാ. ഞാൻ അപ്പോഴേ പറഞ്ഞു ബ്രോ ഓക്കെ അല്ലേ അറിയ ഇടിച്ചാണ് പറഞ്ഞു. അപ്പൊ തുടങ്ങിയ കൊണയാണ് എന്റെ അടുത്ത്. ഞാൻ പറഞ്ഞു തീർന്ന മുന്നേ എന്റെ അടുത്ത് അവിടെ വെച്ച് തുടങ്ങിയതാ. എന്റെ അടുത്ത് ഇവന്മാര് പറഞ്ഞെന്ന് വെച്ചാൽ ഞാൻ സിറ്റുവേഷൻ ഉണ്ടായിരുന്നേ. എന്റെ അടുത്ത് പറഞ്ഞെന്ന് വെച്ചാൽ ഞാൻ അവരെ ഇടിച്ചിട്ട് സോറി ഒന്നും പറഞ്ഞിട്ടില്ല, പോയിട്ടില്ല. അത് സംസാരിച്ച് സോറി പറയാൻ വേണ്ടിയിട്ടാണ് ഇവന്മാരെ കാണാൻ വേണ്ടി അവിടെ പോയത്. മനസ്സിലായി? അതുകൊണ്ട് നിങ്ങൾ സോറി ഓൾറെഡി പറഞ്ഞു, വീണ്ടും നമ്മൾ വരേണ്ട ആവശ്യം എന്തിനാണ് സോറി ആക്കാൻ വേണ്ടിയിട്ട്? മനസ്സിലായി? നിങ്ങൾ ഒന്നും മിണ്ടാതെ പോയോണ്ടാണ് നമ്മൾ പറയാൻ വന്നത്, അല്ലാണ്ട് നമുക്ക് വരേണ്ട ആവശ്യമില്ല. എനിക്ക് ഡൗട്ട് ഒക്കെ ഞാൻ ഡ്രസ് മാറി ഇതൊക്കെ മാറിയാണ് ഞാൻ ആ ഡ്രസ് ഷോപ്പിൽ വന്നത്. അപ്പൊ ഈ MRSയുടെ പൊതുസ്വത്തൊക്കെയോ ഈ ഡ്രസ് ഷോപ്പ് നമുക്ക് വരാൻ പറ്റത്തില്ലേ? നമുക്ക് ട്രിപ്പിൾസ് അടിച്ചൊരു ബൈക്കല്ലേ? പിന്നെ അത് ഞാൻ എങ്ങനെ നിനക്ക് മനസ്സിലായി? ഏടാ ശേഖേ, ഞാനതെങ്ങനെ മനസ്സിലായി? ഞാൻ എന്റെ അവിടെ മിണ്ടുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ഞാൻ അവിടെ വണ്ടി കൊണ്ട് നിർത്തിയല്ലേ ഉള്ളു. നിനക്ക് ഞാൻ അതെങ്ങനെ മനസ്സിലായടാ? ഈ പറഞ്ഞിട്ട് ഉത്തരം താടാ, നീ ഉത്തരം താടാ. ബാക്കി ഷേക്കിന്റെ മുഖത്ത് നിനക്ക് ഞാൻ മനസ്സിലായി. അല്ല വാസു ബ്രോ, ഒരു സിറ്റുവേഷൻ ഇതാണ്. രണ്ടാമത്തെ സിറ്റുവേഷൻ പഠിച്ചിട്ടല്ലോ നീ ഇവിടെ വാറ് നോക്കിട്ടല്ലേ ഇതേപോലെ നമ്മളെ പപ്പടം ഇതേപോലെ TG ആയിട്ട് എന്തോ ഒരു സിറ്റുവേഷൻ എന്തോ ആയിരുന്നു പോലും. അപ്പം ഇതേപോലെ മോബിന്റെ ബൈക്കാണെന്നുള്ളത് അവൻ അറിഞ്ഞില്ല. ആ ബൈക്കുമ്പോ കയറി, അപ്പം മോബി ഒന്ന് അടിച്ചു. അല്ല പിന്നെ എന്തിനാണ് ഈ ഒരു മിനിറ്റ് സിറ്റുവേഷൻ സ്റ്റാർട്ട് ചെയ്തത് മോബിയിലാണെങ്കിൽ പിന്നെ ഇത്രയും നേരം ഈ കണ്ണാപ്പിയുടെയും വണ്ടി ഇടിച്ച കാര്യമൊക്കെ എന്തിനാണ് പറയുന്നത്? ആ കണ്ണാപ്പിന്റെ വണ്ടി ഇടിച്ച കാര്യം പറയാൻ കാരണം എന്താ വെച്ചാൽ ഇക്രൂന്റെ വണ്ടി അറിയാതെ പറ്റിയതിന് അവിടുന്ന് ഞാൻ പറഞ്ഞോട്ടെ. കണ്ണാപ്പിയാണ് ഡെഡായി കിടക്കും, ആരും ചോദിച്ചില്ല. അവിടെ ഏബലാണ് ചോദിച്ചത്. ഏബൽ ചോദിച്ചിട്ട് ഇതുപോലെ പറഞ്ഞു, എന്താണ് സുഖം ബ്രോ, അവനൊന്ന് അറ്റ്ലീസ്റ്റ് എണ്ണിക്കുന്നവരെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു വന്നു. അവൻ നിന്നില്ല. എന്നിട്ട് ഏബൽ അന്നേരത്തേക്ക് പോവാന്ന് പറഞ്ഞപ്പോഴാണ് ഏബിൾ കുഴച്ചത്. അതൊന്നും അല്ല സിറ്റുവേഷൻ എടുക്കാനുള്ള കാരണം. ഞാൻ പറഞ്ഞുതരാം, ഇനി അങ്ങോട്ട് സിറ്റുവേഷൻ കേട്ടിട്ട് പോയാൽ മതി. ഞാൻ പറഞ്ഞുതരാം സിറ്റുവേഷൻ എന്താണെന്ന്. ഞങ്ങൾ അവിടെ നിൽക്കുന്ന സമയത്ത് ഈ പറയണത് പോലെ ഇവ കണ്ണാപ്പി സോറി എന്താന്ന് വെച്ചാൽ സോറി പറയണമെന്ന് പറഞ്ഞ് നിങ്ങളുടെ അടുത്തോട്ട് വരുന്ന സമയത്ത് അവിടെ പപ്പടം ബോധമില്ലാതെ അവിടെ വന്ന് നിന്നിട്ട് അവൻ TG ആണെന്ന് വിചാരിച്ച് നമ്മുടെ കൂട്ടത്തിലെ മോബിയുടെ അടുത്ത് വന്നിട്ട് അവിടെ സംസാരിച്ചോണ്ടിരുന്നു. ആൻഡ് ഈ പപ്പടം എന്തിനാണ് TG ആയിട്ട് സിറ്റുവേഷൻ എടുക്കണമെന്ന് പോലും അറിയാമല്ലോ. അത് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. അതുകൊണ്ട് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞാൻ പറയുവാണ്, പപ്പടം വേറെ ഒരാൾക്ക് വേണ്ടിയിട്ട് സിറ്റുവേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ആവശ്യമില്ലാതെ വള്ളി പിടിക്കാൻ വേണ്ടി ഗറാജിൽ വന്നതാണ്. ഗറാജിൽ വന്നിട്ട് TG ആണെന്ന് വിചാരിച്ച് TVയുടെ മണ്ടക്കോട്ട് ചെയ്തിട്ട് TVയിൽ ഒരു പയ്യന്റെ അടുത്ത് തന്തയില്ലാത്തരം കാണിക്കരുതെന്ന് പറഞ്ഞു. മനസ്സിലായ? ഇത് വേറെ ഒരു രീതിയിലുള്ള കൺവേർഷൻ ഒന്നും അല്ല. എന്റെ അടുത്ത് വന്ന് സമ്മതിച്ച കാര്യം തന്നെ ഞാൻ ഇത് പറയുന്നത്. എന്റെ അടുത്ത് പപ്പടവും ഫ്ലഫിയും വന്ന് സമ്മതിച്ച കാര്യമാണ് അങ്ങോട്ട് പറയുന്നത്. അപ്പൊ അത് കേട്ടാ മതി.
അപ്പൊ അവൻ വന്നിട്ട് നേരെ എന്റെ അടുത്ത് ഇതുപോലെ വന്ന് പറഞ്ഞു ഇതായിരുന്നു സംഭവം എന്ന് പറഞ്ഞിട്ട് TG ആണെന്ന് വിചാരിച്ചാണെന്ന് പറഞ്ഞു. നമ്മുടെ കൂട്ടത്തില് 2 പേര് ഗ്യാങ്സ് ഇട്ട് അവിടെ നിൽക്കുക. അതിന്റെ കൂട്ടത്തിലാണ് മോബി നിൽക്കുന്നത്. മോബിയുടെ അടുത്ത് തന്തയില്ലാത്തതെന്ന് പറഞ്ഞാൽ ഇനി ഏതവൻ പറഞ്ഞാലും തന്തയില്ലായ്മ കാണിക്കരുത് എന്ന് പറഞ്ഞു. ഇവിടെ ബാക്കിയുള്ളവർ കേൾക്കാനല്ലേ അപ്പൊ ഈ പറയണത് പോലെ അതാണ് സിറ്റുവേഷന്റെ സ്റ്റാർട്ടിങ്. അന്നാണ് അത് ചോദിക്കാൻ വന്നപ്പോഴാണ് അവിടെയാണ് ട്രിഗർ ആയി അടി കിട്ടുന്നത്. അവിടെ അടി പൊട്ടിയിട്ടാണ് അവിടെ പപ്പടമാണ് ഗണ്ണെടുത്ത് വെച്ച് അടിക്കുന്നത്. ഇതാണ് സിറ്റുവേഷൻ. ഇതിന്റെ അപ്പുറം കൺവേർട്ട് ചെയ്ത് മറ്റേ ഡ്രസ് ഷോപ്പിൽ നിന്ന് ഇടിച്ച് ഞങ്ങൾ കാർ വരുന്ന വഴിക്ക് മറ്റേ ചായ കുടിക്കാൻ കയറി, പപ്സ് തിന്നാൻ കയറി. ഇതൊന്നും അല്ല സിറ്റുവേഷൻ. മനസ്സിലായോ? ഇതൊന്നും അല്ല സിറ്റുവേഷൻ. ഇതാണ് സിറ്റുവേഷൻ കേട്ടോ. ഇതാണ് സിറ്റുവേഷൻ. തന്തയില്ലായ്മ പറഞ്ഞാണ് നിന്നെയൊക്കെ എടുത്തത്. മനസ്സിലായല്ലോ? അതിന്റെ അപ്പുറത്തോട് ഇത് അതുകൊണ്ട് ഇനി മറ്റേ അതിന് പോയി ഇതിന് പോയി എന്നൊന്നും നമ്മളോട് പറയണ്ട. ഇതാണ് സിറ്റുവേഷൻ. അറിയത്തില്ലേ? പഠിപ്പിച്ചു തന്നതാണ് സിറ്റുവേഷൻ. ഇതാരും അടുത്തിരിക്കുന്ന അത് ആ പയ്യനെ അറിഞ്ഞൂടെ? മറ്റേ ഒരു വർഷം 10 ഗ്യാങ് കയറി അവാർഡ് നമ്മളൊരു അവാർഡ് ഫംഗ്ഷൻ നടത്തണം പറഞ്ഞ നിന്റെ മുന്നേ ഫിഫ വേൾഡ് പഠിച്ചിട്ടല്ല ഒന്നല്ല എന്റെ കൈ നോത്തിന്റെ പിറന്നിരിക്കും. കണ്ണുപോലെ നിനക്ക് എന്റെ കൈ നോത്തിന്റെ ചെവിക്കല്ലിരിക്കും. കേട്ടോടാ പട്ടി നിന്റെ നീ നിന്റെ മറ്റേ പട്ടി ലീഡറുണ്ടല്ലോ, പട്ടി ലീഡർ മറ്റേ പട്ടിക്കുട്ടി കിടക്കുന്ന ലീഡർ കേട്ടോ, അവനെ പോയി വിളിച്ചാൽ മതി. പിന്നെ അഡ്മിനെ എമ്മാരാ തുടങ്ങിയത്? പറയൂ. ടൈം കാരണം എന്താ ബ്രോ? കാരണം എന്താ? തോക്കൊന്നുമില്ലേ? കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. നീ വലിച്ചൂരി പോയവനെ തിരിച്ചു കഴിഞ്ഞിട്ട് പയ്യ അടിച്ചു തരാം. ഞാൻ പറഞ്ഞ തൂറിട്ട് നീ വർത്താനം അങ്ങോട്ട് എടുത്താൽ മതി. അവസാനം ഒരു 16 മിനിറ്റ് കൊടുക്കാം. ഡിസ്കൗണ്ട് കൂട്ടി 15 മിനിറ്റ്. എടാ മാക്കെ ഒരു 16 മിനിറ്റ്. 16 മിനിറ്റ്. ഒരു 18 മിനിറ്റ് ചന്ദ്ര. 2 മിനിറ്റ് വ്യത്യാസമല്ലേ ഉള്ളൂ. 16 മിനിറ്റ്. ലാസ്റ്റ് ഫിക്സ് 18 മിനിറ്റ് ചന്ദ്ര. 19 മിനിറ്റ് 17:30. അത് മതി 17:30. ഓക്കെ 17:30. ഒരു സെക്കൻഡ് 18 മിനിറ്റ് 17:30. അവസാനം ഒരു സെക്കൻഡ് ഒന്ന് അവസാനം ഒന്ന് ഇത് പറയണമാര്. ഇപ്പൊ തന്നെ 10 മിനിറ്റ് ആയി. അണ്ണ കേക്കുന്നില്ല? അണ്ണന്റെ വോയിസ് കേൾക്കുന്നില്ല. ആ ഒരു 17:30 മിനിറ്റ്. 17:30 മിനിറ്റ്. അത്രേ ഉള്ളൂ. 17:30 മിനിറ്റ്. നീ പോയി മോനെ അഡ്മിൻ പറഞ്ഞിട്ടില്ലായിരുന്നോ? ഞാൻ പറഞ്ഞു ഒരു 18 മിനിറ്റ് എന്നുള്ള സമയം. എനിക്ക് ഇത് വെറുതെ ഇതൊരു ശരി. നീ കരയണോണ്ട് നീ കണ്ടിട്ട് വെച്ചോ. നീ കരഞ്ഞോണ്ട് നീ വെച്ചോ. ഒരു സെക്കൻഡ് ടൈം 15 മിനിറ്റ് ആണ്. അതിൽ അല്ലല്ല ഇപ്പൊ തന്നെ 3 മിനിറ്റ് എടുത്തില്ലേ നിങ്ങള്? 15 മിനിറ്റ് ആണ്. ഒരു മിനിറ്റ് ഞാൻ മൊത്തത്തിലൊന്ന് പറഞ്ഞോട്ടെ ബ്രോ. ഞാൻ മൊത്തത്തിലൊന്ന് പറഞ്ഞോട്ടെ.
ഡിഫോൾട്ട് ടൈം 15 മിനിറ്റ് ആണ്. അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ രണ്ടുപേരുടെ കൺസേൺ ഉണ്ടായി. രണ്ടുപേരും ഒരുമിച്ച് സമ്മതിച്ചാൽ മാത്രമേ കൂടുതലുള്ള ടൈം അനുവദിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നമ്മളൊന്നും അണ്ണാ ഒരു മിനിറ്റ് അല്ല 17 നീ സമ്മതിച്ചിട്ട് പോയാ മതി. 17 നീ സമ്മതിച്ചിട്ട് പോയ 17 ഭയങ്കര ഒച്ച ഇങ്ങോട്ട് ഷേക്ക് ഈ കോമാളിയെ സൂര്യ വെച്ചിട്ടാ മനുഷ്യനായിട്ട് ജീവിക്കാൻ ഒരു വർഷം അപ്പൊ നീ കുടിച്ചു ബ്രോ അങ്ങോട്ട് പോയല്ലേ, കൊറേ പട്ടികൾക്ക് പേളയിക്കാൻ കടിക്കും കേട്ടാ. കുറച്ചൊക്കെ നല്ല വില ഉണ്ടായിരുന്നു. കുറച്ചേരം പുഴുത്തടക്കായിരുന്നു. വാ രേ വാ വാ പോ വാ വാണേ വാണേ. ഇപ്പൊ 3 മിനിറ്റ് ഇപ്പൊ തന്നെ മണ്ടന്മാരെടുത്ത്. ഹെലിപിറ്റിംഗ് കണ്ടോ? ഹെലിപിറ്റിംഗ് ഞാൻ പറയാം ഇപ്പൊ തന്നെ കടിച്ചളഞ്ഞാലോ. ഇഷ്ടങ്ങൾക്കിവിടെ ഒരു വിലയില്ല. അമ്മ റോങ്ങായി ഇടിക്കുവോ ഞാൻ? എനിക്ക് 10 കിട്ടി, പക്ഷെ അത് കാണുന്നില്ല. ഒരു കാലം ഒരു കാലളിയാ. ഇത് നമ്മളാണ് വാറടിക്കുന്ന അവന്മാരാണ് വാറടിക്കുന്നത്. ഇത് ഇപ്പൊ നമ്മളാണ് അറ്റാക്കിങ്, ഒരു ഡിഫെൻഡിങ്. അടിക്കാ കേറ രണ്ട് സൈഡും ഒരു സ്പോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഒരു സ്പോട്ട് കുത്തി അടിക്കാൻ പറ്റിയ സ്പോട്ട്. പക്ഷെ രണ്ട് സൈഡും അയ്യോ ഈ വീട്ടിലൊന്നും കുത്തല്ലേ, നമുക്ക് ഏറ്റവും ഡിസഡ്വാൻറ്റേജ് ഉള്ള സ്ഥലമാണേ. ഇവിടെ ഒരു കുത്തൽ പ്രതീക്ഷിക്കാൻ പറ്റുമോ? ടി വി ഇല്ല, കത്താലും കുത്തൂല. നമ്മളെ തോറ്റ എനിക്ക് ഇതിനൊന്നും ഉത്തരവില്ല. മാർസലസ് മീനിങ് എന്താ? ഗോഡ് ഓഫ് റിവെഞ്ച്. കേറി 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 ഗോഡ് ഓഫ് റിവെഞ്ച് അല്ലേ? അന്ന് അങ്ങനെ നോക്കിയാണോ ആരണം പേരിട്ട് ഹോൾ ടൈം പിക്കാക്കിന്ന് തോന്നണ അടി പൊട്ടുന്ന. അതെ നമ്മുടെ MRC ആണ് ഗോഡ് ഓഫ് റിവെഞ്ച് കേട്ടോ. അതെ ഇപ്പൊ പൊട്ടും. പൊട്ടിയില്ല. അതൊക്കെ അത്ര ഉള്ളു. ഞാൻ തീർന്നു. തീരുമാനമായി. എന്ത് പ്രശ്നമാണ് അളിയ. വാറ്റ് എവിടെ? പിള്ളേര് പറഞ്ഞ് വാറ്റിന്റെ ശബ്ദം കുറക്കട്ടെ വാറ്റേ. സത്യം എന്റെ അടുത്ത് പിള്ളേര് ഇവിടെ ചാറ്റ് നോക്കുകയാണെങ്കിൽ 12:46. ഞാൻ ഒന്നും പറ്റത്തില്ല. ഞാൻ എന്റെ ലൈവ് നോക്കി പോകാം. ഇല്ല പിണങ്ങല്ലേ വാറ്റേ? എനിക്കറിയില്ല. ഞാനില്ലേ വെറുതെ ഒന്ന് വാറ്റ സംസാരിച്ചു. വാറ്റല്ലാണ്ട് ഇവിടെ അവിടെ ആരും സംസാരിക്കരുത്. അത്രേ ഉള്ളൂ.
ലാഗ് അടിക്കുന്നത് ലൈവ് ലൈവ് ഇല്ല. ഓ അങ്ങനെ സിറ്റുവേഷൻ ലാഗില്ല. ഞാൻ വിചാരിച്ചു എന്റെ അങ്ങനെ പറയരുത് കേട്ടോ. ആള് PC ഒക്കെ ആലോചിച്ചു. ഞാൻ വിചാരിച്ചു ഓക്കെ എംആർസെറ്റിന്റെ സൈഡിൽ നിന്നൊരു പുഷ് പുഷ് വരുന്നു. പക്ഷെ ആ ഒരു പിറ്റിങ് മാത്രമേ അവിടെ നടന്നിട്ടുള്ളൂ. വേറെ ഓക്കെ ടിവിയുടെ സൈഡിൽ നിന്ന് ഇവിടെ നിന്ന് ഫയർ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഒരു ഫയറിംഗ് കാഷ്വാലിറ്റി കാര്യങ്ങൾക്കൊന്നും തന്നെ ചാൻസ് വളരെ വളരെ കുറവാണ്. ഇപ്പൊ ഇല്ലല്ലോ അതിപ്പന്നല്ലോ ഒന്നുള്ളവര് ചാറ്റില് ഗ്യാങ്ങിന്റെ കൂടെ ആർപി ചെയ്യുന്ന ആരാ കമന്റ് ഇട്ടപ്പം അവനെ ബാൻ ചെയ്തു തന്നു. ആരാ എന്നെയാ പറഞ്ഞ പയ്യൻ. ഓ പരിഗണിക്കാം പരിഗണിക്കേ. അക്കരെ ഇക്കരെ നിന്നാലെങ്ങനെ ആശ തീരും. ഇവരൊക്കെ ഫുഡൊക്കെ കഴിക്കുന്നുണ്ടോ എന്തോ. ഇത് രണ്ട് സൈഡിൽ നിന്ന് ഒരു അടി പൊട്ടുന്നില്ലല്ലോ. ആടുവോ എന്റെ അഡ്മിൻ ആപ്ലിക്കേഷൻ വിളിച്ചില്ല. എനി റീസൺ ബ്രോ കുറെ പേർ ഡിസ്കോഡ് ഐഡി തന്നേക്കുന്നത് പ്രോപ്പർ അല്ല. ഞാൻ അത് അനൗൺസ്മെന്റിൽ തന്നെ ഇട്ടായിരുന്നല്ലോ. വിളിക്കാത്തവരൊക്കെ റീഅപ്ലൈ ചെയ്താൽ മതി. പ്രോപ്പർ ആയിട്ടുള്ള ഡിസ്കോഡ് ഐഡി കൊടുക്കുക. ഞാൻ മെൻഷൻ ചെയ്തിട്ട് വരുന്നില്ല. ഡിസ്കോഡ് ഐഡി നിൽക്കും പ്രോപ്പർ ആയിട്ടുള്ള കൊടുക്കുക. നാട്ടിൽ എത്ര സമയമായി? ഇതിപ്പോ കേവിരെ വാറ് മാറ്റി വെച്ചാ പെട്ടെന്ന് ഞാൻ ഒരു ദിവസം വിചാരിച്ചു കിക്ക് വന്നില്ലെന്ന്. ബോറടിക്കുന്നു. എന്നാ ഒരു കാര്യം നീ വന്നിട്ട് കളി. എന്നാ നീ വന്നിട്ട് കളിയടാ. വേണ്ട ഇവര് ഈ ഒരു സൈഡിൽ നിന്ന് മാറുന്നില്ല. കുറെ തുടങ്ങിയപ്പോ തൊട്ട് ഐ തിങ്ക് ഇവിടെ തന്നെയാണ് കറങ്ങി കറങ്ങി നിൽക്കുക. കോമഡി വരണ്ടായിരുന്നു, വന്നില്ല. അതേ വെച്ചത്. ഇല്ല നിനക്ക് കോമഡി വേണ്ട. എന്നിട്ട് തിരിച്ചു വീണ്ടും ഇവിടെ വന്നത്. ലാഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാ 12 മണി കഴിയുമ്പോഴത്തേക്കും PLU ഇല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് ടൈപ്പ് ഓഫ് ലാഗ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ സിറ്റിക്കകത്തുള്ള പിന്നെ ഈ സിറ്റുവേഷന്റെ അടിയൊന്നും പൊട്ടല്ല. ഒരു കമന്റ് ഉണ്ടല്ലോ, എനിക്കത് ഇപ്പൊ വായിക്കാൻ പറ്റില്ല, കുറച്ചായിട്ട് വായിക്കാം. രായണ ചന്ദ്രനോട് ചില്ലാൻ പറ. എടാ ഒന്ന് ചില്ലാവടാ, നീ എന്താ ഇങ്ങനെ. നാരദാ താങ്ക് യു ഫോർ ദ കിക്സ്. കിക്സ് അത് കൊള്ളാം കേട്ടോ. കിക്സ് അത് കൊള്ളാം കേട്ടോ. ഞാൻ എന്തായാലും ഓർഡർ ചെയ്തിട്ട് നല്ല രീതിയിൽ ട്രൈ ഹാർഡ് ചെയ്യും ജയിക്കാൻ വേണ്ടിട്ട്. രണ്ട് സൈഡ് നല്ല രീതിയിൽ ഇത് ജയിച്ചേ പറ്റുള്ളൂ എന്നുള്ള രീതിയിലുള്ള കളിയാണ്. നമ്മള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അഗ്രസീവ് നമ്മള് വെയിറ്റ് ചെയ്യുക. അവന്മാര് അങ്ങോട്ട് 30 മിനിറ്റ്സ് ആയി ലോസ് ആണ്. അവന്മാർ വന്ന് അടിക്കണം, എന്നിട്ട് അവർ ഹോൾഡ് ചെയ്യും. കോച്ച് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അടിക്കണമെന്നും അങ്ങനല്ല ബ്രോ, ലൊക്കേഷൻ കൊടുക്കണമെന്നാണ് പ്രോപ്പറായിട്ട്. അതായത് ലോസായ ടീം ലോസായല്ല, ജയിച്ച ടീം ലൊക്കേഷൻ കൊടുക്കാൻ, ലോസായ ടീം വരില്ല അവിടെ വന്ന് നേരെ വന്ന് കേറി കൊടുക്കണമെന്നല്ല. മലയാളത്തിൽ അടിച്ചിരുന്നെങ്കിൽ ഉത്തരം തന്നെ. അവര് അവരുടെ സ്ട്രാറ്റജി ഒക്കെ നോക്കിയല്ലേ. കാരണം എന്നാ ഗോകു ചേട്ടൻ ബാൻ ചെയ്ത് റിമൂവ് ആക്കാൻ ചേട്ടൻ എന്നൊക്കെ പറഞ്ഞ് റെസ്പെക്ട് കൊടുക്കാൻ പയ്യനെ ബാൻ ചെയ്ത് എന്തിനു മറ്റേ. അതാണ് ഈ ഡിലേ വരുന്നത്. കാരണം എന്റെ ചാറ്റില് ഗോകു ചേട്ടൻ എന്നൊക്കെ എന്ത് റെസ്പെക്ട് പയ്യൻ. അവന്റെ പേരെന്തര്? RXG സിനിമാറ്റിക്സ്.
മോനെ വിഷമിക്കണ്ട നീ ഇവിടെ ഇരുന്നു ഇവര് ഇവിടെ തന്നെ നിൽക്കുക കേട്ടോ. അവൻ അവിടെ എടുത്തിരാ നിനക്ക് ഞാനുണ്ട് നിനക്ക് അത്ര ഉള്ളരായ കൊടുക്കല്ലേ ഞാനൊന്നല്ല ഒരു കിളവുണ്ട് അങ്ങനെ കണ്ണും പൂട്ടിയാണ്ട ബാൻ ചെയ്തത്. അങ്ങനെ എന്റെ ഒരു വ്യൂവിനെ തരുള്ളടാ നിനക്ക്. സാറിന് എന്റെ എല്ലാം നിങ്ങൾക്ക് ആർക്കൊരു സാറിന് സൗണ്ട് കേൾക്കുന്നുണ്ടോടാ? ആരെങ്കിലും ബാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാരും ഇവിടെ പറ, ഇവിടെ ഇരിക്കും. ഇവിടെ ചന്ദ്രൻ ബാൻ ചെയ്തെന്ന് പറയണേ, എല്ലാരും ബാൻ ചെയ്യുന്ന കള്ളത്തരം. രായണ എന്നെ ജോണി മാമൻ ബാനാക്കും. എന്തിനാ മുത്തേ എല്ലാരും ബാനാക്കും? നീ ഇവിടെ ഞാൻ KVMRC-നെ പണ്ണി. ബ്രോ എന്താ ബ്രോ പറയുന്നേ? ബ്രോ എന്നത്തെ ലൈവാ നമ്മളിട്ടല്ലേ വാറ് കിടക്കുന്നത്? ഇത് കഴിഞ്ഞിട്ട് അവരെ സത്യം മെന്റല് പയ്യന്മാര് ഓരോന്ന് പറയും. അവൻ ഗേഗോക്ക് ഒന്ന് സ്പാം ആയിരുന്നു. ചേട്ടൻ ചേട്ടാന്നാണ് വിളിച്ചത്. ഞാൻ ഇന്നൊരു ഫണ്ടേ എന്ന് ടൈപ്പ് ചെയ്തതാ, പക്ഷേ മുണ്ടേ നായിപ്പ്. ചന്ദ്രനോട് ഒരു ബാൻ മാറ്റാൻ പറയുന്നു. എങ്ങനെയാണാ MRC W കുത്താൻ പോണോ? ഏറ്റവും നമ്മളിപ്പൊ നടത്തി തരാവേ. പുഷ് ചെയ്തു അതിന്റെ മണ്ടക്കത്തെ മല പുഷ് ചെയ്ത് കയറാൻ നോക്കുന്നു. ദൈവമേ കുത്തി ഇറങ്ങണ്ടേ? ഇവിടെ കുത്തി ഇറങ്ങിയ പണിയാണ്. പോകുന്നു. ഇറങ്ങി നമ്മളെ പിള്ളേർ ഇറങ്ങി. പക്ഷെ അവന്മാരുടെ ആംഗ്ലാണ്. ചന്ദ്രന്റെ ഡെയിലി കഴിഞ്ഞില്ലേ? ഫൈറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. ഫിറ്റിംഗ് വന്നു, TV ഇറങ്ങി. സോറിടാ മാറ്റി വണ്ടി ഞെക്കിയിരിക്കുക. സോറി വീഡിയോമിന് മുമ്പേ ഡെഡ് ആയതായിട്ടാണ് എന്റെ വ്യൂ. നമ്മളെ ചെറുക്കയും ഇതൊക്കെ മാറ്റി കൊടുക്കും. മാറ്റി ഇന്ന് ഫുൾ അൺബാൻ ഇതാക്കണേ മറ്റേ കേട്ടാ. ഞാൻ ഇന്ന് എല്ലാരും അൺബാൻ ആക്കും. ബാൻ ചെയ്തിട്ട് ഈ MRC എപ്പോഴും ലേറ്റ് ആണ്. ഭയങ്കര പരാതി പറയുന്ന ആൾക്കാരാ. നോക്കടാ ഗൈസ്. അപ്പം വാറ്റിന്റെ എല്ലാരെയും മാറ്റി തന്നിട്ടുണ്ട്. കൺഗ്രാറ്റ്സ്. എല്ലാരും കൈയടിച്ച് പൾസാക്കേണ്ടതാണ്. ഒരു പ്രശ്നമല്ല പാസ്സാക്കേണ്ടതാണ്. പൾസ് അല്ല പാസ്. പക്ഷെ നേരത്തെ നല്ലൊരു അടി വന്നതാണ്. പക്ഷെ ആ സമയത്ത് തന്നെ വീണ്ടും ഹോൾഡ് വന്നു. അത് ആവശ്യമില്ലാത്ത ഹോൾഡ് ആയിരുന്നു കേട്ടോ. അത് എന്റെ നോട്ട് റെഡിട്ടാ അഡ്മിൻ ഇട്ടതാന്ന് തോന്നുന്നില്ല. വീഡിയോ വലിച്ച അപ്പൊ അവര് നോട്ട് റെഡി രാജ്ഭായ് കളിക്കാമോ? ഓ അവനി റെഡി ആവണം. ഇനി അമ്പത്തൂര് ബാനാക്കി ഒന്ന് സോൾവ് ആക്കി തരുമെന്ന്. അമ്പത്തൂർ എന്ത് റെഡിയാവാനവന്മാർക്ക് ഇവിടുത്തെ ചത്ത് അവനെ കൊണ്ടുപോയി. ഇവനെ ഇനി എന്ത് റെഡിയാവാനാ? ഇനി എന്തോ നീ കത്തിപ്പോയാലും വെന്നക്കം. കാര്യം പറയട്ടെ, നീയൊക്കെ തോക്കും. റോളക്സ് ഗെയിമിംഗ് ബാൻഡ് കേസ് നമുക്ക് ഈ വാര കഴിഞ്ഞിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം.
ആ അത് ചെയ്ത് കൊടുക്കാന്ന് പറ. നമ്മുടെ സൈഡിൽ നിന്ന് ഇതായതല്ലേ, നമ്മള് അലോട്ട് ചെയ്ത് കൊടുത്തല്ലേ, ചെയ്ത് കൊടുക്കാന്ന് പറ. പ്രശ്നമായി മറക്കുന്നു. കടന്ന് ഉറങ്ങാൻ രാത്രി മാറും ബഹളവും എന്തൊക്കെ വിഷയം എന്ന് പറയട്ടെ. പുള്ളി കുറെ സീനിയേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബ്രോ പുള്ളി അമേരിക്കയിലെന്തോ, അമേരിക്ക UK എവിടെയാണ് ഫാമിലിയോട് അവിടെ സെറ്റിൽഡ് ആണ്. 21 വയസ്സുള്ള പുള്ളി ഒന്നുമില്ല. പുള്ളിയുടെ റിയൽ ലൈഫൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഒന്നുകൂടെ ചോദിക്കോ? റെഡി? അല്ല, വീഡിയോമായ സെന്റെക്സ് അല്ലേ വാർ ചാറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളവരാണ്. നമ്മൾ നിങ്ങൾ ഇത് കാണുന്നില്ല, നമ്മൾ ഇതൊക്കെ നോക്കത്ത് പോലും കാണത്ത്. ദൈവമേ ഇല്ല, ലില്ലി ഫ്ലഫിയാണ്. ഇങ്ങോട്ട് ഇറങ്ങി ഇത് അങ്ങനാണോ? സ്വിറ്റ്സർലാൻഡ് അല്ലേ? അറിയില്ലടാ, സ്വിറ്റ്സർലാൻഡ് നിന്നെയൊക്കെ ഈ ചാറ്റിന് എല്ലാത്തിനും ഞാൻ അതിനാണ് വീഡിയോ വിളിച്ചത്. സ്വന്തം വണ്ടി ഇടിച്ചായിരുന്നു. നിന്റെ ചന്ദ്ര സൈസൊക്കെ ചോദിക്കുന്നത് മസാല റെഡിയായി. പിള്ളേരൊരു വാറ് ഇവര് അറിഞ്ഞില്ലേ റിസീവ് ചെയ്തൊന്നും. അറിഞ്ഞു രണ്ടു ഡയർ പൊട്ടിതേ പോണ്. ആടാ യവന്മാരെ ഈ റൈറ്റ് മല കയറുള്ള പരിപാടി മനസ്സിലായ? ആ മല വരുമ്പോഴത്തേക്കും ഇടക്കിടക്ക് ഓർമ്മിച്ചാൽ അറിഞ്ഞു. എന്താണിത്? ഇപ്പൊ അമ്മമാരെ ബുള്ളറ്റ് തരും കേട്ടോ. ഇതിപ്പോ 2 മണിയാകുമ്പോ തന്നെ വാറന്റ് ആവാൻ വേണ്ടിട്ടാ ഇരിക്കുന്നുണ്ട് പാവങ്ങള്. വരും തോന്നുന്നു ഇങ്ങനെ പോയാ. അറിയത്തില്ല. 10 ലൈവ് ഉണ്ടായിരുന്നു. 10 ലൈവ് ഉണ്ടായിരുന്നു. കില്ലാണ് വീഡിയോ അല്ല, കില്ല്. ഇവന്മാരെന്നെ മറ്റുള്ള തുണ്ട് മറ്റേ വീഡിയോ കോൾ ചെയ്യുന്ന അവന്മാരെ ലൈവ് ചാനലും അല്ലാണ്ട് ഇവന്മാരൊക്കെ എന്റെ ലൈവ് റോളിംഗ് HRPയോ ഈ ലൈവ് ഇരുന്ന് ആവശ്യമില്ലാതെ കാണിക്കുന്നോണ്ടാണ് ഇവന്മാർക്ക് പ്രചോദനം കൊടുത്തത്. മനസ്സിലായത്? നമ്മളെ ചാറ്റിലൊന്നും അങ്ങനെ പറയണില്ലല്ലേ. അവര് അവരുടെ സൗണ്ട് എന്താ അത്? ഇടയ്ക്ക് ഇവരുടെ വണ്ടി ഇതാവുന്ന അത് ഞാൻ നീ ഇറക്കി വിടും നിന്നെ ഇതേപോലെ. അയ്യോ ശരിയല്ലേ? അയ്യോ എവിടെയാടാ പോണേ? കൃപയിലല്ലേ മറ്റേ ഇത് ബ്രോ പടം എങ്ങനെ ഉണ്ടായിരുന്നു? അവരൊക്കെ വരുന്നത് അല്ലേ? അതല്ലേ അവിടെ അല്ലേ? അത് ശ്രീ നിങ്ങൾ ഇവിടെ പറഞ്ഞോ അവരെ പോയി പ്രഷർ ചെയ്യല്ലേ, പ്ലേയേഴ്സിനെ പോയി പ്രഷർ ചെയ്യല്ലേ ദേവിയത്. ചാറ്റിലുണ്ടാ തിരിച്ചോട്ടോ മല വിട്ടോ. തിരിച്ച് അമ്മാര് ഇതിനു വേണ്ടി തിരിച്ച് മല തിരിച്ച്
മറ്റേ തിരിച്ചിട്ടില്ലല്ലോ. ഇല്ല വീണ്ടും മല ഇൻഫ്ലുവൻസ് ഏറ്റവും മണ്ടേക്കാണോടാ ഈ ടയർ പറ്റി ഇവനെ അടിച്ചോളാം പിടി അവനെ പിടിച്ചോളാം ഓടിയാ മനസ്സിലായി എനിക്കിത്. എന്നാ മല കയറി പോവേണ്ടേ, അവിടെ തലം കുത്തി ചാടേണ്ട. അപ്പൊ നിങ്ങൾ കിക്ക് മാത്രല്ല ആർക്കറിയ പോടാ. മല കയറുക താഴെ ഇറങ്ങാം, മല കയറുക താഴെ ഇറങ്ങാം, താഴെ ഇറങ്ങാം, മല കയറുക. വേറെ എവിടെ പാടി ഇറക്കുന്നുണ്ടോ? അടിപൊളി പൊട്ടിയ ഞാൻ കാണിക്കല്ലേ, ഇതൊക്കെ കേക്കേണ്ടി വരും ഞാൻ. എവിടെ അവസാനം പ്രാക്ടീസ് നടത്തിയത്? ശബരിമലയാ? എന്തിനാ ചാത്ര എന്താ ഹോൾഡ് വീണ്ടും ഈ എറന്ന് പറഞ്ഞ ഇത് ഡൂഡാണോ? ഹോൾഡായെന്ന് പറഞ്ഞോണ്ട് ഉമ്മാരോട് സിറ്റുവേഷനിലാണ്. പുള്ളിയൊക്കെ എങ്ങനെയാലും സ്ക്രീൻ നിർത്തി പോയാൽ മറ്റേ ഹെൽപ്പ് മറ്റേ കണ്ണൊക്കെ അടഞ്ഞിരിക്കും. നേരത്തെ കേസ് തന്നെ പറഞ്ഞാൽ മതി. ഓക്കെ മറ്റേ പാട്ടെന്തിനായിരുന്നു? അത് മറന്നു പാട്ട് ഇറങ്ങി എപ്പോഴും മസർക്ക് തന്നെ സഞ്ചരിച്ചു. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാൻ വെള്ളമായി ഫ്ലഫി അടിച്ചു പോയാ? ഇൻഫ്ലുവൻസ് കൂടുന്നുണ്ട്. ഇത് വെക്കണം. ഇതെന്താടാ ഇവന്മാര് വിളിച്ചിട്ട് എനിക്ക് വിശക്കുന്നുണ്ട്. കഴിക്കാൻ പറ്റിയ സമയം. ഫുഡ് ഓർഡർ ചെയ്താൽ ഞാൻ ഇനി അവിടെ പോയി എടുക്കണം. അതാണ് പ്രശ്നം. എന്താ എന്റെ പിടിച്ചോ ഡ്രൈവറിനെ കൊച്ചെടുത്ത് ഞാൻ പറയാം ആ DNL കുത്തി അടുത്ത് 4 വരെ 5 വരെ കുത്തിയിരുന്ന് കുറച്ച് പാടാണ്. അത്ര ഉള്ളു എടുത്തിട്ട് മണ്ണ് കുണ്ണച്ചോളാ മാറടിയിലെ മൂന്ന് വണ്ടി ഉള്ളല്ലേ, 2 വണ്ടി എന്തിയാ പറഞ്ഞത്? ഇവിടെ അവന്മാര് വരികയാണെങ്കിൽ ഇവിടെ ഇറങ്ങി ഡയറക്റ്റ് അടിച്ച് പൊട്ടിച്ചോ, കുഴപ്പമൊന്നുമില്ല.
அக்கறை இக்கரை நின்னாலகரை இல்ல டனலுக்கு மேல இருக்கு மலைக்கு போனா அடிக்க முடியாது എടാ ഏബില് മാത്രം ഏബിലെ ഇവിടുന്ന് കറങ്ങിയടാ ഇത് കറങ്ങി ഇതിന്റെ മണ്ടയ്ക്ക് വരാൻ പറ്റും നിനക്ക് ഇവിടെ നിന്റെ മണ്ടയ്ക്ക് മനസ്സിലായോ ഏബില് മാത്രം എന്താടാ ഏബില് ഇതിന്റെ മണ്ടയ്ക്ക് കറങ്ങി ഈ സമയത്ത് ഒറ്റക്കാക്ക് കത്തിപ്പോയെന്ന് പറഞ്ഞിട്ട് അവർക്ക് ചെയ്യാൻ പറ്റില്ല. അവന്മാര് മണ്ടൊക്കെ അടിച്ചോട്ടോ അവന്മാർ അവിടെ നിന്നും പോയി ടീ എടുക്കുക കേട്ടോ. കിട്ടണം ഇവിടെ വന്നായിരുന്നെങ്കിൽ ചിലപ്പോൾ കിക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. കുത്തി നിർത്തണ എല്ലായിടത്തും. അളിയാ ഒരു വണ്ടി പണ്ടപ്പെട്ടളിയാ വണ്ടി പറ്റില്ല. അളിയാ 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 ഇതിന്റെ ഉണ്ട് അളിയാ ഇവന്മാരെ വണ്ടി എല്ലാം ഹാൻഡിക്യാപ്ഡ് ആണ് കേട്ടാ. പോയി ഇതില് റിപ്പയർ ഇല്ലേ? ഉണ്ട് കയ്യിൽ വെച്ച് റിപ്പയർ ചെയ്യാം. ബുദ്ധിയില്ലല്ലോടാ. അളിയാ 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 ഇറങ്ങി കുത്തടാ. ഇല്ലടാ നമ്മള് വീണടാ. റഷ്യൻ ഡൗൺ ആയിട്ടുണ്ട്. എടുത്ത് വെച്ചോറാ. ലാസ്റ്റ് ഡൗൺ ആയ 4 പേര് പേരൊന്ന് നോക്കണം. ആരെങ്കിലും ലൈവ് ഒന്ന് എന്താ വെടിവെച്ചോണ്ടിരിക്കുന്നതിനിടയിൽ സാധനം ഇട്ടാറല്ലേ? മനസ്സിലായി. നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് ഹെൽപ്പ്. നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് ഹെൽപ്പ്. നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് ഹെൽപ്പ്. നമ്മള് നോക്കുന്നുണ്ട്. അതാരാ വിളിച്ചേ? Let's go baby, let's go. പന്നി വാരി എടുത്തിട്ട് കളിച്ച് ബ്രോ ദിസ് ഈസ് ഡിഫറന്റ് ലോബി മനസ്സിലായ? നിന്റെ ഏരിയ വന്ന് അടിച്ചിട്ടുണ്ട്. ഓടി അങ്ങ് മുതുക്ക് വരെ ഓടിയാൻ പറയണമെന്നുണ്ട്. എംആർസിയുടെ 7 പേരെന്തോ ബാക്കിയുണ്ട്. 1 2 3 4 5 6 7 പേരും. ടിവിയെ 1 2 3 4 5 6 7 8 9 10 11 12 പേര്. 13 ഇടണേ. ഈ 3 ഇടും. 1 2 3 2 4 6 7 8 9 10 11 12 ബസ്സസ് എത്രയാണ് അവന്മാര് എത്ര? കോച്ച് എന്തേ? കോച്ച് കിലോ ഇല്ലേ? കിലോ ഉണ്ടല്ലോ. അല്ല കിലോ എവിടെ? രാത്രി 2 മണിക്ക് 7000 പേരാ കാണണേ. കിലുവ 7600 പേരാ. കിലുവിനെ വലിച്ചില്ലേ? കിലുവയുടെ POV എന്താ? ഇല്ല എന്നിട്ട് കിലോ എവിടെ പോയി? ഉണ്ട് കിലോ ഉണ്ട്. ഇത് എല്ലാവർക്കും സപ്ലൈ ചെയ്ത് പിള്ളേര് പറഞ്ഞു കിലോ ഉണ്ട് കേട്ടാ. നമ്പറിൽ ഇറങ്ങിക്കണ്ടാ. അവസാനം കുത്തണം കേട്ടോ. എല്ലാം സ്പ്ലിറ്റ് ആയി പോകല്ലേ? വണ്ടിക്കകത്ത് കാണുന്നുണ്ടോ? വണ്ടി തന്നെ 6 പേര്. ആണ് കേട്ടോ അളിയാ. ഈ ഓപ്പൽ കൊണ്ട് കുത്തി എനിക്ക് അറിഞ്ഞൂടെ എങ്ങനെയാണ്
അമ്മമാര് ഇറങ്ങി സ്റ്റാൻഡിങ് അടിക്കുന്ന അമ്മമാരുടെ അടുത്ത് കൊണ്ട് ഒരുമിച്ച് കുത്തി കഴിഞ്ഞാൽ ഊമ്പും ചിലപ്പോ. ചന്ദ്ര നീ പറഞ്ഞ കേട്ടോ ബാക്ക് വലിച്ചു. ഇവന്മാരെ പ്ലാൻ എമ്മരെ കുത്തി ഇറങ്ങി കളിക്കാനുള്ള പരിപാടി മനസ്സിലായില്ല. അമര അങ്ങനെ കളിക്കണ. ഇപ്പൊ നമ്മളിവിടെ ഇറങ്ങി എമ്മരെ തിരിച്ചു പോകും. ഇരുട്ടായടാ ഇന്ന് മറ്റേ ഈ മോഡിടാൻ പറയാം. പുള്ളിയെ ഫോൺ വിളിച്ചോ എനിക്ക് പുള്ളിയായിട്ട് എന്ത് പുള്ളിയാണ് ഉറങ്ങി തൂങ്ങിയാണ് ചെയ്യുന്നത്. ഞാൻ വിളിച്ചു പറയാം. ക്യാമറ നോക്കിയാൽ പുള്ളിയുടെ ക്യാമറ കാണാൻ സത്യ ആടുകളും തീരാറായി. എന്തിനൊക്കെ എന്തൊക്കെ വാലിട്ട് അഞ്ചാമത്തെ നോട്ടാ കൊണ്ടുപോകും. പപ്പട ഇരുന്നവിടെ വണ്ടിയാ ഒതുക്കി പപ്പടത്തിനെ കണ്ടുകൂടാ. പപ്പടത്തിനെ കൊല്ലി. അവനെ കാണാതിരിക്കാൻ ബെറ്റർ ഗ്രാഫിക്സ് അവിടെ പോയി സ്പാം ചെയ്യുക. ഇവിടെ നല്ല പ്ലാൻ ചേട്ടത്തിൽ വന്ന കേട്ടാ ഇവിടെ ഈ ഒരു സ്ഥലം ഇവിടെ വിട്ട് കളിക്കില്ല കേട്ടാ. നീലേ പൊട്ടിയിടാട്ടെ അത് അത്രേ ഉള്ളു. ദൃശ്യം എവിടെ കത്തി? എടാ ഇതിന്റെ മണ്ടയ്ക്ക് കയറടാ. ഇതിന്റെ മണ്ടയ്ക്ക് കയറടാ. ഇതിന്റെ മണ്ടയ്ക്ക് കയറി. എടാ അവിടെ കത്തിരുന്നോ? ഡിഫെൻഡിങ് ആയിരുന്നു. അടാ ഇത് വണ്ടിയിൽ ഒരുത്തൻ ടയറൊന്നുമില്ല. എല്ലാ ഹാൻഡിക്യാപ്ഡ് വണ്ടികളല്ല. അവന്മാര് ഹാൻഡിക്യാപ്ഡ് വേണം. ബൈ Hey Joker bro, thank you so much. ക്യാമറ പോയില്ല. Thank you so much bro. കൂടെ പോ. എടാ രാജീവ് അന്തരിച്ച് ആ ജനറേറ്റർ കൊച്ചി ജനറേറ്റർ ജനറേറ്റർ ഇതൊന്നും പൊക്കാൻ പറ്റൂല. അല്ല ഇത് പൊക്കാൻ പറ്റില്ല. പച്ച ജനറേറ്റർ കൊണ്ടുപോയി പൊക്കാൻ പറ്റത്തില്ല. ദൈവം ഇതിലെ ദൈവം മെനക്കെയാണ് കളിക്കുന്നത്. സെറ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇനി ഇറങ്ങി പണ്ണ് നമ്മുടെ വണ്ടി താഴെപ്പെടാ. ഇത് പണ്ണപ്പെട്ട് ഇവിടെ ഹോൾഡിങ്. മലയുടെ വീട്ടിലാണ്. നമ്മുടെ കിണ്ടിയുടെ ആത്മശാന്തിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. ഒരു നേരം കിണ്ടിയുടെ ഒരു ചേച്ചി ഉണ്ടല്ലോ അവർ ചേച്ചി ഓക്കെ നിക്കാൻ പാടില്ല. ദൈവത്തെ പൊട്ടിക്ക് മനസ്സിലായ വായി കിട്ടിയല്ല
എടുത്തടിച്ചിട്ട് മറ്റേ അവിടെ അവന്റെ ഒക്കെ അടുത്ത് പോയി അടിക്കുന്ന മെസ്സ് പോലെ ടിവിയുടെ അടുത്തോട്ട് ഇനി വരാൻ പാടില്ല. രണ്ടാമത്തെ വട്ടമാണ് ഞാൻ ഇത് പറയുന്നത്. പിന്നെ മറ്റേ ഫയൽ ഇട്ടത് നോർമലൈസ് ചെയ്ത് കുറെ കണ്ടികളുണ്ടല്ലോ HFലെ, ആ കണ്ടിയുടെ അടുത്തുനിന്ന് വന്ന മെയിൻ കണ്ടി പ്രണവേ, നിന്നോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നീ നിന്റെ കാര്യവും നിന്റെ റേഡിയോയുടെ കാര്യവും പിന്നെ സുൽത്താനെയും കൂടെ റേഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണം. പുള്ളിയോടൊന്ന് സംസാരിച്ചാൽ കുറെ കാര്യങ്ങളൊക്കെ നിനക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. അപ്പൊ നീ ആ റേഡിയോയിൽ പറയുന്ന കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും മാത്രമായിട്ട് നോക്കിയാ ടിവിയുടെ റേഡിയോയിൽ ആര് കണക്ട് ചെയ്യണ്ടെന്നൊക്കെ ടിവിയുടെ കാര്യം നോക്കിക്കോളും, ടിവിയെ നോക്കിക്കോളും. നീ അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ്. നീ ഒരേ സമയം ഹെൽഫയറിനും സുൽത്താനും MRCക്കും TVക്കും വേണ്ടി കളിക്കണ്ട കേട്ടോടാ പ്രണവ് കണ്ടി, മനസ്സിലായ? അപ്പൊ ഗെറ്റ് ഗുഡ്, പോയി ഒന്നുകൂടെ ഇതാക്കിട്ട് വാ, തരാം ഞാൻ. വേറെ ഒന്നും പറയണ്ട, വിട്ടേ, ഇത്ര മതി, കഴിഞ്ഞ് നമുക്ക് വിട്ട്. കാരണം ഈ കണ്ടികൾ ഇത്രേ ഉള്ളൂ, ഇതിന് അപ്പുറത്തോട്ട് വേറെ ഒന്നും പറയാനില്ല. കഴിഞ്ഞു. ഇനി പോയിരുന്ന് ഇനി നീ ഒരു കാര്യം ചെയ്യണം. ഇനി നീയൊക്കെ കുറച്ചെണ്ണം അവിടെ ഇരുന്ന് അയ്യോ ഇത് അഡ്മിൻ ഫേവറബിൾ ഡിസിഷൻ അവർക്ക് വേണ്ടി എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇതാക്കും. അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സെർവറിൽ നിന്ന് ഇറങ്ങണം. മതി, നീ ഗതികെട്ട് കളിക്കണ്ട. കഴിഞ്ഞ് നിങ്ങൾക്ക് ബാക്കി ഓഡിയൻസിന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വാർ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ആൻഡ് സ്പെഷ്യലി വേറൊരു കാര്യം കൂടെ, KV അടിച്ചപ്പം നമ്മടുത്ത് അവരാധിക്കാൻ കുറെ കൊച്ചുമുണ്ടാൾ വന്നായിരുന്നു. അതൊക്കെ നിനക്ക് വീണ് കിട്ടിയ അവസരത്തിൽ നിനക്കൊക്കെ കിട്ടിയ ഒരു സാധനമാണ്. അതിന്റെ അപ്പുറത്തോട്ട് നിനക്കൊന്നും സംസാരിക്കാനുള്ള നിന്റെ ചാറ്റ് കണ്ടില്ലേ റോളക്സ് കണ്ട? എടാ മോനെ, നീ ഒന്ന് ആലോചിച്ച് നോക്കിയടാ. ഞാനിപ്പോ ഇത് കണ്ട് സന്തോഷത്തോടെ പോയി കിടന്ന് ഉറങ്ങുമ്പോ നീ 2 വട്ടം അടി കിട്ടി എന്റെ ഇങ്ങനെ മനസ്സിൽ ഓർത്ത് വിഷമിച്ച് നിന്റെ ജീവിതം ആലോചിക്കുമ്പോഴേ എനിക്ക് നീ ഒന്ന് ആലോചിച്ച് നോക്കി. നീ ഗെയിമോ കളിക്കുന്നില്ല, നീയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവന്മാർക്ക് കഴിവോ ഇല്ല, അവന്മാർക്ക് വേണ്ടിയിട്ട് നിന്റെയൊക്കെ ഉറക്കം കളഞ്ഞ് നീയൊക്കെ ഇരിക്കാന്ന് പറഞ്ഞാൽ നിന്റെയൊക്കെ ഗതികേട് ആലോചിക്കുമ്പോ എനിക്ക് ചിരി വരുന്നു. സത്യം പറയാം. എനിക്ക് നമ്മുടെ വിൻ സ്ട്രീക്ക് എത്രയാടാ? ഒരു 14 കളി കളിച്ചാ, ഒരു 14 കളി കണ്ടിന്യൂസ് ജയിച്ചാൽ നമുക്കൊരു PC ഉണ്ട്. നമുക്കൊരു PC ഉണ്ട് 14 കളി കണ്ടിന്യൂസ് ജയിച്ചാല്. സ്നൈപ്പേ 14 കളി കണ്ടിന്യൂസ് ജയിച്ചിട്ട് വേണോടാ എനിക്ക് എന്റെ PC ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണോടാ. എനിക്ക് മുട്ട ലാഗടാ. എനിക്ക് മുട്ട ലാഗ്. നമ്മുടെ ഒരു അടിയുള്ളൂ, വീണ്ടും പോകും. എടാ വിടറ മതി ബാക്കിയില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഇതിന് സിനിമാറ്റിക്സ് ഒന്നും ഇല്ല. ഈ കണ്ടികളെല്ലാം ഞങ്ങൾ ഓൾറെഡി അടിച്ച് വിട്ടതാണ്. ഞങ്ങൾക്ക് ഇത് പോകാനൊന്നും വയ്യ, ഞങ്ങൾ അടിച്ചു കഴിഞ്ഞു. ഇത് നമ്മളൊരു ഷോർട്സ് റീൽ ആക്കുന്നതായിരിക്കും. അതെ, ഇന്നൊരു റീല് വന്നായിരുന്നു. ആ റീലിന്റെ റിപ്ലൈ ഞാൻ നാളെ അങ്ങ് ഇടും. അത്രേ ഉള്ളൂ. ആ റീലിന്റെ റിപ്ലൈ ഞാൻ ഇടുവേ നാളെ അങ്ങ്. വൺഡേ അല്ല 6 വർഷം മുമ്പ് ഡേ 1 തൊട്ട് തുടങ്ങിയോണ്ട് ഈ ഗ്യാങ് ഇവിടെ നിൽക്കുന്നത്. വൺഡേ അല്ല, എനിക്ക് 6 വർഷം മുമ്പേ ഡേ 1 തൊട്ട് ഞാൻ ഇരുന്നതിന്റെയാണ് ഇവിടെ ഈ ഗ്യാങ് ഇങ്ങനെ നിൽക്കുന്നത്. അല്ലാതെ വൺഡേ ഒന്നും അല്ല. കൊണ അടിക്കുവാണെങ്കിൽ ഞാൻ ആ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടേ അടിക്കുള്ളൂ. എത്തുമ്പോ അടിച്ചാ മതി. അല്ല അണ്ണന്റെ അടുത്ത് പ്രണവ് ഒറ്റയ്ക്ക് മറ്റേ റേഡിയോ കണക്ട് ചെയ്യണം. അവനെ ഇടിയും കൊണ്ട് ചത്തില്ല, ഇടിയും കൊണ്ട് അവനെ നീ ഒന്ന് ആലോചിച്ച് നോക്കിയടാ. അവൻ ഇനി ഉറപ്പിടാ, അവൻ ഇനി 10 ദിവസം അവനിപ്പോ നേരെ അവനിപ്പോ നേരെ 2 പേരെ വെടിവെച്ചിട്ട് 1v1 വെളുപ്പിന് വരെ ഇരിക്കും. കണ്ണാപ്പി ഞാൻ നിന്റെ അടുത്ത് വേറെ ആരും കണ്ണാപ്പി നിന്നെ ഒരു അപരാധിയെ ലൈവിൽ ഇരുന്ന് കുറെ വിളിച്ചായിരുന്നേ. അതിനുള്ള നീ മറുപടി അങ്ങ് പറഞ്ഞിട്ട് നിർത്തിയത്. അത് മറ്റേ ഇക്രോ അല്ലേ അണ്ണാ? ഞാൻ നിനക്ക് ആരോടാ പറയണെന്ന് വെച്ചാൽ അവരുടെ അടുത്ത് പറഞ്ഞു നിർത്തിക്കോ. അണ്ണാ എനിക്ക് ഇക്രോനാണ് പറയാനുള്ളത്. അവൻ പറഞ്ഞു കഴിവുള്ള കുറച്ചാ എന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത്തത് ഇന്നെന്റെ തന്തയ്ക്ക് വിളിച്ചു, മനസ്സിലായോ? അപ്പം ഇക്രൂന്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ ഈ കുറെ ഊമ്മമാരുടെ കൂടെ നിൽക്കുന്നതിന് ഭേദം നീ ഇതുപോലാണ് എല്ലാ ഊമ്പിയ ഗ്യാങ് കയറും ഒരു 5 ദിവസം കഴിയുമ്പോൾ ഇറങ്ങും. അങ്ങനെ ഒരു വർഷത്തിൽ 10 ഗ്യാങ് നീ കയറിയിട്ടുണ്ടെന്ന് നീ ആലോചിക്കുക. എനിക്കതിന്റെ ഗതികൾ ഉണ്ടായിട്ടില്ല. ഒരു വർഷത്തിൽ 10 ഗ്യാങ് കയറുന്ന പുണ്ടച്ചു പോലെ, മനസ്സിലായോ?
ഒരു കാര്യം അല്ല, എനിക്ക് ഇത് എക്സ്പ്ലനേഷൻ ലൈവ് ഒന്നും വരാൻ വേണ്ടി വയ്യാത്തതുകൊണ്ടാണ് ഇവിടെ തന്നെ ക്ലിയർ ആക്കുന്നത്. കാരണം നിങ്ങൾ TV ഓഡിയൻസ് അറിഞ്ഞു എനിക്ക് വേറെ മറ്റേ സ്കൂളില്ലാത്ത പയ്യന്മാരെ ഒന്നും എനിക്ക് ഇത് ബോധിപ്പിക്കാനുള്ള കാര്യമൊന്നും എനിക്ക് വയ്യ. കാരണം ഇവന്റെയൊക്കെ ബ്രെയിൻ ഊരി വെച്ച് മേടിച്ചിരിക്കും അവർ എന്നാലും അതല്ലാത്തതുകൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയണേ ഗൈസ്, ഇന്നലത്തെ സിറ്റുവേഷനിൽ നമ്മൾ അഡ്മിനെ കൊണ്ടുവന്ന് വെരിഫൈ ചെയ്ത് കാണിച്ചൊരു കാര്യം കൂടാണ്. ഇന്നലെ നിങ്ങളല്ല കുറെ അച്ചിപ്പട്ടികളും കുറെ അവരുടെ ലീഡറും കോ ലീഡറും അടക്കം കുറെ എണ്ണം TVAX KVA എന്നൊക്കെ പറഞ്ഞ് KVA ബാക്കപ്പ് വന്നു എന്നൊക്കെ പറഞ്ഞായിരുന്നു. ഗൈസ് എന്താ കാര്യം നിങ്ങളുടെ അടുത്ത് തെളിച്ചൊന്നുകൂടെ പറയാം. ഇതുകൂടെ കേട്ടോ. കൺവേർട്ടിംഗ് എന്നും അണ്ടിന്നും ഒക്കെ നീയൊക്കെ നിന്റെ മറ്റേ കോ ലീഡറിന്റെ ലൈവിൽ പോയിരുന്നു മുമ്പേ മതി. എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ട് വന്നാൽ നല്ല വിളി ഞാൻ വിളിക്കും. ഒരു കാര്യം പറയണം. ഇത് കേട്ടോ, പറയണ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ നമ്മൾ സിറ്റുവേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗൈസ് KVAയുടെ ആൾക്കാർ KVA ഓൾറെഡി സിറ്റുവേഷൻ എടുക്കാൻ വേണ്ടി നിൽക്കുക ഇവരോട്. കാരണം KVAക്ക് ഒരു അടി കിട്ടിയോണ്ട് അവർ തിരിച്ചടിക്കാൻ വേണ്ടി ഓൾറെഡി നിൽക്കുക. അപ്പോൾ സിറ്റുവേഷൻ ഇന്നലെ നമ്മുടെ ഹോസ്റ്റേജിൻ്റെ അടുത്ത് വന്ന അവന്മാർ താങ്ങി തൂങ്ങിയൊക്കെ നിന്ന് എങ്ങനെയും ഒരു വള്ളി കിട്ടട്ടെ എന്നുള്ള രീതിയിൽ താങ്ങി തൂങ്ങി നിന്ന്. അപ്പോൾ അവരവിടെ നിന്ന സമയത്ത് അവരുടെ ദേഹത്ത് വെടികൊണ്ട് ഈ വെടികൊണ്ട കാര്യം നേരെ പോയി അവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഈ ഫ്ലഫി എന്ന് പറയുന്ന പ്ലെയർ അന്നേരം അവിടെ നിന്ന് നേരെ പോയിട്ട് KVAയുടെ വണ്ടി എടുത്ത് ഈ POV ഒന്നും നിങ്ങളെ ആരും കാണിച്ചു തരൂല. കാരണം ഇവരിങ്ങനെ അങ്ങ് പറയും, അവർ പറയുന്നത് വിശ്വസിച്ചോണം. അതാണ് അവിടുത്തെ നിയമം. ഞാൻ പറയണത് ഇത്രേ ഉള്ളൂ. അപ്പോൾ ഫ്ലഫി പോയി KVAയുടെ വണ്ടി എടുത്തപ്പം KVAക്കാർ ചോദിക്കാൻ വന്നു, നീ എന്തിനാടാ വണ്ടി എടുത്തതെന്ന്. അവരുടെ വണ്ടി എടുത്തുകൊണ്ട് ഫ്ലഫിയാണ് പോയി അവിടെ ഈ പറയണത് പോലെ അവരുടെ വണ്ടി എടുത്ത് സിറ്റുവേഷൻ ട്രിഗർ ചെയ്തത്. അതിനാണ് ഫ്ലഫിയെ ഹോസ്റ്റേജ് എടുത്തത്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞായിരുന്നു, ഞാനും KVAയും TVയുടെ ഒരുമിച്ച് ഫ്ലഫിയെ ഗണ്ണയും ചെയ്യുന്നു. ഞാൻ നോക്കിയപ്പോൾ ഗൈസ് ഇവരുണ്ടല്ലോ, ഇന്നലെ കളിച്ചപ്പോൾ ഇവരൊരു വെസ്റ്റ് ഇട്ടാ ഗൈസ് കളിച്ചത്, അതായത് ഒരു പിങ്ക് കളറിലെ വെസ്റ്റ്. നമ്മൾ മുതുക്കിൽ അടിക്കാൻ ചെന്ന സമയത്ത് ഇവൻ ഷർട്ട് ഊരി വെസ്റ്റ് ഇട്ടുകൊണ്ട് ഓടി. ഞാൻ അന്നേരം ഇവനെ അടിക്കാമെന്ന് വിചാരിച്ച് ഞാൻ വണ്ടിക്കകത്തുനിന്ന് ചാടി ഇറങ്ങി. ഞാൻ റേഡിയോ കോൾ കൊടുത്ത് എല്ലാവരും ഇങ്ങോട്ട് വാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ചെന്ന് ഗണ്ണയും ചെയ്തപ്പോഴത്തേക്കിന് KVAയുടെ ആൾക്കാർ ഫ്ലഫിയെ ഗണ്ണയും ചെയ്ത് വെച്ചിരിക്കുന്നു. പിന്നെ ഫ്ലഫിയോടാണെന്ന് അറിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ അപ്പാർട്ട് ഫ്രം ദ RP ആണ് സംസാരിക്കുന്നത്. ഫ്ലഫി ആയതുകൊണ്ട് വെറുതെ അവിടെ ഇരുന്ന് അത് സംസാരിച്ച് മോശമാക്കണ്ടെന്ന് പറഞ്ഞ് ഞാൻ അപ്പം തന്നെ വണ്ടി എടുത്ത് പോയി. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ആയിരിക്കത്തില്ലായിരുന്നു അവിടെ നിന്ന് സംസാരിക്കുന്നത്. ഞാൻ ഒന്നും സംസാരിച്ചില്ല, ഞാൻ ഒന്നും ഇതാക്കിയില്ല. ഫ്ലഫി ആണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ വണ്ടി എടുത്ത് തിരിച്ചു പോയി. അതാണ് ഞാൻ ചെയ്തത്. അല്ലാതെ അതിൻ്റെ അപ്പുറത്ത് KVAയും TVയുടെ ഒരുമിച്ച് നിന്ന് ഗണ്ണയും ചെയ്തൊന്നുമില്ല. എൻ്റെ കയ്യിൽ POV ഉണ്ട്. എനിക്കിനി ഇതൊന്നും ഞാൻ ഇത് ഓൾറെഡി കാണിക്കേണ്ടവരെ കാണിച്ച് ഇനി എക്സ്പ്ലനേഷൻ ലൈവായിട്ട് ഡെയിലി വരാൻ വയ്യ. എനിക്കിതല്ല പണി. എനിക്ക് വേറെ കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ഇന്നത്തെ സിറ്റുവേഷനിലൂടെ ഞങ്ങളിത് റീസെറ്റ് ചെയ്യുക. അടിക്കാൻ കഴിവില്ല, എന്നാലും നിനക്കൊക്കെ അടിക്കാൻ കേബിലിറ്റി ഉള്ള സമയത്ത് വാ. ആ സമയത്ത് നമുക്ക് ബാക്കി സിറ്റുവേഷൻ എടുക്കാം. എൻഡ് ഓഫ് ദ സിറ്റുവേഷൻ പ്രാക്ടീസ് സെർവർ പോയിട്ട് വാങ്ങ തിരുപ്പിയോ. പ്രാക്ടീസ് സെർവറിൽ പോയി കുറെ മെന്റൽ പരിപാടികളൊക്കെ ചെയ്തു, പക്ഷെ ഒന്നും നടന്നില്ല. നിങ്ങളുടെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. സാധാരണ TV കളിക്കുന്ന പ്ലേയിങ് സ്റ്റൈലല്ല നമ്മൾ ഇന്ന് കളിച്ചത്. ഇന്ന് ഓൾറെഡി നമുക്കറിയായിരുന്നു ഇത് ഇങ്ങനെ ഡിലേ ആക്കി ലേറ്റ് ആക്കി കളിക്കാനുള്ളത്. അതിൽ 2 കാരണമുണ്ട്. ഒന്ന്, നമ്മുടെ അടി കൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ KVAയുടെ അടി കൊള്ളുമോ എന്നുള്ള പേടി. ഫസ്റ്റ് കാര്യം അതാണ്. അതുകൊണ്ട് ഓൾറെഡി ഇവന്മാർ ഡിലേ സ്ട്രാറ്റജി കളിച്ച് ഞങ്ങൾ ഇന്ന് ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, ഇവന്മാർ പുഴിപ്പിക്കാൻ നിൽക്കുവാണെങ്കിൽ ഇങ്ങനെ തന്നെ തിരിച്ച് കളിച്ചു കൊടുക്കണമെന്ന്. ഈ ഒരു വാറ് മാത്രമേ ഞാൻ ഇപ്പോഴും നിങ്ങളടുത്ത് പറയാം. ഈ ഒരു വാറ് മാത്രമേ ഇങ്ങനത്തെ ഒരു പ്ലേയിങ് സ്റ്റൈൽ TVയുടെ സൈഡിൽ നിന്ന് ഉണ്ടാവുള്ളൂ. ഇത് ഇന്ന് എങ്ങനെ നമ്മളെ അപ്രോച്ച് ചെയ്യുന്ന അതുപോലെ തിരിച്ച് പുഴിപ്പിക്കാൻ വേണ്ടി നിന്നാണ്. അത് നല്ല രീതിയിൽ എല്ലാവരും എക്സിക്യൂട്ടും ചെയ്ത് കളിച്ച് മനസ്സിലായി. ഇനി ബാക്കിയൊക്കെ ഞങ്ങൾക്ക് ഇതിൽ കൂടുതൽ വേറെ ഗൈസ് ഇതിൽ കൂടുതൽ ഞാൻ OC പറയണില്ല, ഞാൻ ആരെ തെറി വിളിക്കുന്നില്ല, ഞാൻ ഒന്നുമില്ല. ഞാൻ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളിവിടെ നിർത്തുക. ഇവിടെ കഴിഞ്ഞു, ഞങ്ങൾ അടിച്ചു, ഞങ്ങൾ ജയിച്ചു. ഞങ്ങൾ ഇതിൻ്റെ റിപ്ലൈ റീൽ കൊടുക്കും. വേറെ സിനിമാറ്റിക്സ് ഒന്നുമില്ല, കഴിഞ്ഞു. ആൻഡ് ഇത് ഈ ഒരു വാർ TVയുടെ എല്ലാ ഓഡിയൻസിനും അതുപോലെ KVAക്കും വേണ്ടി ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. പറഞ്ഞോ കോച്ച്, പറഞ്ഞോ. അപ്പാപ്പൻ വന്നിട്ട് ഒന്ന് சொன்னார் ஸ்டார்டிங்ல, ஈகிளை தூக்குனா என்ன நடக்கும்ட்டு കാണിച്ചു തന്ന്. അത്രേ ഉള്ളൂ. കോച്ചിന്റെ 5 പിക്ക് കാണിച്ചു കോച്ച്. POV കാണിര് ഇവിടെ. ഇനി സെക്കൻഡ് ആയിട്ട് വാടാ, സെക്കൻഡ്. എനിക്ക് വീണ്ടും കിട്ടിയെന്ന് തോന്നുന്നുണ്ട് കേട്ടാ. സിനിമാറ്റിക് ഇല്ല ഗൈസ്, ഒരു റീൽ അത്രയൊക്കെ ഉള്ളതേ ഉള്ളൂ. കഴിഞ്ഞ വാറിന് മക്കൾ എന്തൊരു വീഡിയോ കാണിനെ. എന്നെ അരച്ച ഇത് പ്രീവാറല്ലേ കോച്ചിന്റെ നമ്മുടെ മാബിക്കും കൂടെ ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മാബിക്ക് കളിക്കാൻ പറ്റിയില്ല, അവന് വിഷമം കളിക്കാൻ പറ്റാത്ത.
തന്തയ്ക്ക് വിളിച്ച പൊരടി കണ്ണാറോളി തന്തയ്ക്ക് വിളിച്ചാണ്ടല്ലേ നോക്കി ഇങ്ങോട്ട് നിക്കത്തില്ല ഇതേപോലെ എടുത്തിട്ട് കളിച്ചു കൊടുക്കും. ഒന്ന് റേഡിയോ അതെന്താണ് എന്തിനു കോച്ച നടക്കുന്നത് എന്താ നടക്കുന്നേ? നല്ലടി നല്ലടി. നിങ്ങളൊന്ന് പോസ്റ്റ് ചെയ്തേ. കോച്ച് കഴിഞ്ഞില്ലേ? കില്ല് കിട്ടില്ലേ? ഇത് കഴിഞ്ഞിട്ട് പറയടാ. നിങ്ങൾക്ക് അവർക്ക് സ്റ്റക്ക് ഒന്നും ഇല്ലായിരുന്നു. എനിക്ക് എല്ലാരും അനങ്ങാണ്ട് നിൽക്കുന്നുണ്ട്. ഹെൽത്ത് അടിക്കണം കേട്ടോ. ഹെൽത്ത് ആണ് അടിക്കേണ്ട ഫസ്റ്റ്. അതങ്ങ് കളി കേട്ടോ. വന്നേ ഉള്ളൂ പബ്ജി ഫീൽഡിൽ കോച്ച് അടിയല്ലേ അങ്ങ് ഏതാടി കോച്ച്? ആ അടിയൊക്കെ ഞാൻ അടിച്ച അടിയാണ് കോച്ച്. അക്കി എടുത്തല്ലേ അങ്ങ്. എല്ലാരും ഉണ്ട്. ടീം എഫർട്ട് ആണല്ലേ? കിട്ടി. നീ എങ്ങനെയാടാ മരിച്ചു പോയത്? കിട്ടിയേ ആക്രാന്ത പൂത്താണത്. അയ്യോ അതൊന്നും കേൾപ്പിക്കല്ലേ. അയ്യോ ഞാനാണേ. കാരണം എന്താ പറയാ, അവിടെ കുത്തിയപ്പോഴില്ലടാ പ്രീവാർ കുത്തിയ സമയത്ത് നമ്മൾ ഇച്ചിരി ഡിലേ, അവർ ഓൾറെഡി കുത്തിയേക്കുമായിരുന്നു, മനസ്സിലായി. അപ്പൊ ഞാനും അത് കുത്തിയായിരുന്നു. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞങ്ങൾ ഫോർസ് ചാക്ക് വണ്ടിയാ. അപ്പൊ ഞങ്ങൾ നേരെ അവിടെ ഉണ്ട്. അപ്പൊ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഞങ്ങൾ എന്താ വെച്ചാൽ റൈറ്റ് സൈഡ് അങ്ങ് കൊണ്ട് കുത്തി ഇവരെ ബെയിറ്റ് ചെയ്ത് കൊടുത്ത്. എത്ര പേരാണ് നോക്കണോ? വീട്ടിലെ കളി കോച്ച്.